ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂലൈ മാസഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മരാശ്യാധിപൻ അഥവാ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 6 നിൽക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ ജൂലൈ 15 വരെ 7-ാം ഭാവരാശിയിലും അതിനുശേഷം അഷ്ടമത്തിലേക്കും രാശി മാറുന്നു. കുജനാണെങ്കിൽ 11 വരെ 5-ാം ഭാവരാശിയിലും അതിനുശേഷം 6-ലേക്കും രാശി മാറുന്നു. ബുധനാണെങ്കിൽ ജൂലൈ 18 വരെ അഷ്ടമത്തിലായിരിക്കും, അതിനുശേഷം അത് ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ശുക്രൻ ജൂലൈ 6 വരെ 7-ാം ഭാവരാശിയിലും അതിനുശേഷം അഷ്ടമത്തിലേക്കും രാശി മാറുന്നു. ശനിയാണെങ്കിൽ 3 വക്രത്തിൽ സ്ഥിതി തുടരുന്ന സമയമാണ്. രാഹു 4-ലും കേതു 10-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ഇതാണ് ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹ ഗോചരസ്ഥിതി അനുസരിച്ച് ഈ ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, അതുപോലെ വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി, അതുപോലെ അവർക്കിപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, അവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് എന്നുള്ളതും, അതുപോലെ ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് ഈ പൊതുഫലത്തിൽ തന്നെ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ അറിയുക. അതുകൊണ്ടാണ് ഈ ഒരേ നക്ഷത്രത്തിലും ഒരേ ലഗ്നത്തിലും പെടുന്നവർക്ക് ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതകത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ഈ ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം. ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ലഗ്നരാശാധിപൻ അല്ലെങ്കിൽ ജന്മരാശാധിപനായിട്ടുള്ള വേഴം നിൽക്കുന്നത് 6-ലാണ്, രോഗസ്ഥാനത്താണ്, ഇഷ്ടസ്ഥാനത്തല്ല. അപ്പോൾ അതിൽ നമ്മൾ ഒരു ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജന്മരാശ്യാധിപൻ 6-ൽ നിൽക്കുന്നു. അതുപോലെ ഗുരു സുഖസ്ഥാനാധിപനും കൂടിയാണ്. ആ സുഖസ്ഥാനാധിപനായിട്ടുള്ള ഗ്രഹമാണ് 6-ൽ നിൽക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഈ സ്റ്റൊമക്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ്, ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതുപോലെ ഗുരുവാണ് 6-ൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഈ കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക്, അതുപോലെ ഫാറ്റി ലിവറൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർ, അവർക്കെല്ലാം ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ പ്രത്യേകിച്ച് ഈ സമയത്ത് കൂടുതൽ എക്സസൈസ്, അതുപോലെ യോഗ ഇവയൊക്കെ ശീലിക്കേണ്ടുന്ന സമയമാണ്. ആഹാരത്തിലും ശ്രദ്ധിക്കണം. ഇപ്പോൾ പൊതുവെ ഒരു ശത്രുതാ മനോഭാവം ഈ സമയത്തുണ്ടാകും. വർക്ക് പ്രഷറൊക്കെ കൂടുന്നതിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ 7-ൽ അത് ജൂലൈ 6 വരെ നിൽക്കുന്നുണ്ട്, അതിനുശേഷം അഷ്ടമത്തിലേക്ക് മാറുന്നു. അതുപോലെ 12-ാം ഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ 12 മുതൽ 6-ലേക്ക് വരുന്നു. അതൊക്കെ വിപരീത രാജയോഗമാണ്. അതേസമയം 4-ൽ രാഹു സ്ഥിതി ചെയ്യുന്നു. 4-ാം ഭാവാധിപൻ 6-ൽ വരുന്നു. അപ്പോൾ ഈ വാഹനത്തിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. സ്വന്തം ആരോഗ്യത്തിലും അതുപോലെ തന്നെ കുടുംബത്തിൽ മുതിർന്നവരുടെ ആരോഗ്യത്തിലും ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ജൂലൈ 16 മുതൽ പ്രത്യേകിച്ച് ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ ഒക്കെ ഒരു കെയർ വേണം. അലക്ഷ്യമായിട്ടുള്ള യാത്രകൾ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അവസാനത്തെ 2 വാരം ശ്രദ്ധിക്കണം. പൊതുവെ ഒരു സുഖക്കുറവ്, അല്ലെങ്കിൽ ഒരു തർക്ക സ്വഭാവം, മാനസികമായിട്ട് ഒരു ടെൻഷൻ, ഉറക്കക്കുറവ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ടൈംലി ആയിട്ടുള്ള മെഡിക്കൽ കെയർ ഈ സമയത്ത് എടുക്കണം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി.
അപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ ജൂലൈ 18 വരെ 8-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 10-ലാണെങ്കിൽ കേതു സ്ഥിതി ചെയ്യുന്നു. 10-ലേക്ക് 6-ൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ 10-ലെ കേതു എന്ന് പറയുമ്പോൾ തൊഴിലിൽ ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതേസമയം നമുക്ക് പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ ജൂലൈ 18 വരെ ഈ കർമ്മഭാവാധിപൻ 8-ലാണ് സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലിൽ അല്പം ഹാർഡ് വർക്ക് വേണ്ടി വരും. തൊഴിലിടത്ത് വർക്ക് പ്രഷർ ഉണ്ടാകും. അതുപോലെ പുതിയ അസൈൻമെൻറ്റ്സ് ഒക്കെ നമുക്ക് അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ മേലധികാരികളുടെയൊക്കെ ശാസനകൾക്കൊക്കെ വിധേയമാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഒരു തൊഴിൽ ഭയം അല്ലെങ്കിൽ തൊഴിൽ മാറണമെന്നുള്ള ചിന്ത ഇവയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇവയൊക്കെ താൽക്കാലികമായ പ്രതിഭാസമാണ് എന്നറിയുക. അതുപോലെ ജൂലൈ 19 മുതൽ ഈ ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ 2 വാരം തൊഴിലിടത്ത് ഉള്ള പ്രശ്നങ്ങൾക്കെല്ലാം അയവ് വരും. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കൂടും. അതേസമയം തൊഴിൽ അന്വേഷകർക്ക് 18 വരെ അനുകൂല സമയമല്ല. അവർക്ക് പ്രത്യേകിച്ച് ഹാർഡ് വർക്കൊക്കെ അവർക്ക് വേണ്ടിവരും. തൊഴിൽ ഭാഗ്യത്തിനൊക്കെ ഈ 19 മുതൽ ജൂലൈ 19 മുതൽ തൊഴിലിൽ ഒരു ഭാഗ്യ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 2 വാരം തൊഴിലിൽ പ്രത്യേകിച്ച് ദൂരസ്ഥലത്തേക്കൊക്കെ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ ഒരു തൊഴിൽ മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരെ യാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് അവസാനത്തെ 2 വാരം ഉണ്ടാകാം. അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ 2 വാരം എന്ന് പറയുന്നത് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളത്, കേന്ദ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ അപ്പോൾ അവസാനത്തെ 2 വാരമൊക്കെ ആണെങ്കിൽ ആ സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. അപ്പോൾ കർമ്മഭാവാധിപൻ ഭാവത്തിൻ്റെ 12-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ദൂരെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ സാധ്യത ഉള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക്. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധനാണെങ്കിൽ ജൂലൈ 18 വരെ 8-ലാണ് നഷ്ടസാധ്യതയുടെ 8-ലാണ് നിൽക്കുന്നത്. അപ്പോൾ 7 മുതൽ ശുക്രനും അഷ്ടമത്തിലാണ് വരുന്നത്. അപ്പോൾ ബുധൻ ബിസിനസ് കാരകനും കൂടിയാണ്. അത് ബിസിനസ്സിൽ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 2 വാരം ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ചിലർക്ക് ബിസിനസ്സിൽ ഒരു നഷ്ടഭയമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 15 വരെ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനോടൊപ്പം 7-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ്സിൽ ശ്രദ്ധ കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണാനുഭവം അവർക്കുണ്ടാകും. അപ്പോൾ ബിസിനസ്സിലൊരു കോൺസെൻട്രേഷനൊക്കെ കൊടുത്തു പോകണം ആദ്യത്തെ വാരമൊക്കെ. അപ്പോൾ ആദ്യ 2 വാരം പൊതുവെ ഒരു ബിസിനസ്സിൽ ഒരു ഇൻസ്റ്റബിലിറ്റിയുടെ ഒരു സാധ്യതയാണ് കാണുന്നത്. അതേസമയം 19 മുതൽ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, അത് ബിസിനസ് കാരകനുമായിട്ടുള്ള ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ആദ്യത്തെ 2 വാരത്തേക്കാൾ ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും. എങ്കിലും ശ്രദ്ധ കുറയാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലൊക്കെ വരുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ബിസിനസ്സിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ വിദേശ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 2 വാരം പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നു. ഇനി വിദ്യാർത്ഥികൾ. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 11 വരെ 5-ാം ഭാവാധിപൻ ആയിട്ടുള്ള കുജൻ 5-ൽ തന്നെ ബലവാനായിട്ട് നിൽക്കുകയാണ്. അത് ഗുണം ചെയ്യും. എങ്കിലും ജൂലൈ 12 മുതൽ ആ കുജൻ 6-ലേക്ക് മാറുന്നു. അതുപോലെ ജൂലൈ 18 വരെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 16 മുതൽ അഷ്ടമത്തിലേക്ക് വരുന്നു. അതുപോലെ 19 മുതൽ ബുധൻ ഭാഗ്യസ്ഥാനത്തേക്കും രാശി മാറുന്നു. അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ഗ്രേഡ് കുറയാതിരിക്കണമെങ്കിൽ കൂടുതൽ പ്രയത്നം നടത്തേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ അവസാന വാരമൊക്കെ ആകും, അവസാന 2 വാരമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പഠനത്തിലൊക്കെ അറ്റൻഷൻ കൂടുന്നതിന് സാധ്യതയുണ്ട്. ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. എങ്കിലും ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലേക്ക് മറയുന്ന സമയവും കൂടെയാണ്. അപ്പോൾ നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ടല്ല, ഭാഗ്യം കൊണ്ടുള്ള ഒരു കടാക്ഷമല്ല, പകരം നമ്മുടെ അധ്വാനത്തിൻ്റെ, നമ്മുടെ പ്രയത്നത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചുള്ള ഒരു വിജയമായിരിക്കും നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രയത്നം കൂട്ടണം, പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ പഠന സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. വിദേശത്തൊക്കെ ഉന്നത പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും. ഇനി നമുക്ക് ധനസ്ഥിതി. ഇപ്പോൾ ധനുക്കുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ധനസ്ഥിതി ജൂലൈ മാസം എങ്ങനെയെന്ന് നോക്കാം. ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി 3-ൽ നിൽക്കുകയാണ്, പക്ഷെ വക്രത്തിലാണ് ആ ശനി നിൽക്കുന്നത്. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രനാണെങ്കിൽ ആദ്യ വാരം എന്ന് പറയുമ്പോൾ ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ ആ ശുക്രൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. ധനകാരനായിട്ടുള്ള ഗുരു, ലഗ്നാധിപനും കൂടെയാണ്, ആ ഗുരു 6-ൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ജാഗ്രത ഈ കുറുകാരുടെ ഭാഗത്ത് വേണ്ടുന്ന മാസമാണ് ജൂലൈ മാസം. അപ്പോൾ ആദ്യവാരം കഴിയുമ്പോൾ ധനാഗമം പൊതുവെ പ്രതീക്ഷിക്കുന്നത് പോലെ ഉണ്ടാകണമെന്നില്ല. ഗുരു 6-ൽ സ്ഥിതി വരുന്ന സമയമാണ്. അപ്പോൾ ഗുരു 6-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ്. ചെലവ് കൂടും, എങ്കിലും ആ ചെലവെന്ന് പറയുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ആദ്യവാരം കഴിയുമ്പോൾ ബുധനും ശുക്രനും അതുപോലെ സൂര്യനും ഒക്കെ തന്നെ ഈ ധനസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരുവും ആ ധനസ്ഥാനത്തേക്ക് 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ചില അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ധനനേട്ടത്തിന് സാധ്യത കാണിക്കുന്നു. അത് ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയായിരിക്കാം. ചിലർക്ക് ഇൻഷുറൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസിൻ്റെ ഒരു ബെനിഫിറ്റും ഉണ്ടായിരിക്കാം. ചിലർക്ക് ലോൺ വഴിയൊക്കെ പണം കൈവശം വരാം. ചിലർക്ക് ലോട്ടറി പോലെയുള്ള എന്തെങ്കിലും പ്രതിഭാസങ്ങളിലൂടെ പണം കൈവശം വന്നു തരാം. മറ്റു ചിലർക്ക് ചിലപ്പോൾ ഈ ഗിഫ്റ്റുകൾ വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണം കൈവശം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ധനം കടം കൊടുക്കുന്നതിനൊന്നും അനുകൂലമായിട്ടുള്ള ഒരു മാസമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7ാം ഭാവാധിപൻ ബുധൻ 18 വരെ അഷ്ടമത്തിലാണ്. സൂര്യൻ 15 വരെ 7-ലുണ്ട്. അപ്പോൾ 6 മുതൽ മാസ അവസാനം വരെ ഈ വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലാണ്. അപ്പോൾ വിവാഹ ആലോചനകൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയം അഥവാ ആലോചന നടന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചുവെങ്കിലും വിവാഹ നിശ്ചയത്തിനൊക്കെ ചിലപ്പോൾ ഡിലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 19 മുതൽ ജൂലൈ 19 മുതൽ 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. അത് സഡൻ ഈ അവസാനത്തെ 2 വാരമൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ആലോചനകൾ വരാം, വിവാഹ നിശ്ചയങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 11 വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം 12 മുതൽ 5ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 6-ലേക്ക് രാശി മാറുന്നു. അത് പ്രണയബന്ധത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. ചില തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ചിലപ്പോൾ ഈ കമിതാക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഇനി ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യബന്ധം ജൂലൈ 18 വരെ ദാമ്പത്യബന്ധത്തിൽ കൂടുതൽ കെയർ വേണം. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ദമ്പതിമാർക്ക് തെറ്റിദ്ധാരണകൾ, അവർക്കിടയിൽ വാഗ്വാദങ്ങൾ, അതുപോലെ 7-ൽ സൂര്യനൊക്കെ നിൽക്കുന്ന സമയമാണ്. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ വേണം. 19 മുതൽ ഈ പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ആ പ്രശ്നങ്ങളുടെ തീവ്രത ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരെ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നു.
കുടുംബജീവിതത്തിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ശനിയുടെ വക്രസ്ഥിതി, അതുപോലെ 4-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത്, 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ 6-ൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത്, ഇതൊക്കെ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് മാനസികമായിട്ടൊരു സ്ട്രെസ്സ്, ഒരു ടെൻഷൻ ഒക്കെ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകാം. അത് ചിലപ്പോൾ തൊഴിലെടുത്ത പ്രശ്നങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാകാം, അതുപോലെ കുടുംബത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കുടുംബജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ചിന്ത കൂട്ടുന്നതും അതുപോലെ ധ്യാന മാർഗങ്ങളൊക്കെ ശീലിക്കുന്നത് പൊതുവെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയാൻ അത് സഹായകമാകും. ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 3, 4, 7, 8, 17, 18, 30, 31 ഈ തീയതികൾ ഈ കൂറുകാർക്ക് അത്രത്തോളം അനുകൂല സമയം അല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നമ്മൾ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ നടത്തുന്നുവെങ്കിൽ അത്തരം കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ആരംഭിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ സുപ്രധാനമായ എന്തെങ്കിലും തീരുമാനങ്ങൾ, ഇപ്പോൾ സാധാരണ ചെറിയ തീരുമാനങ്ങളല്ല, സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ ഒക്കെ നമ്മൾ ഇപ്പോൾ വിവാഹ നിശ്ചയം പോലെയുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ധനുക്കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പോൾ ഈ ധനുക്കൂറിൽപ്പെടുന്ന എല്ലാവരും ധനുലഗ്നക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല. കുറച്ച് പേർ ധനുലഗ്നക്കാരായിരിക്കും, ബാക്കിയുള്ളവരെല്ലാം മറ്റ് ലഗ്നരാശികളിൽ വരുന്നവരായിരിക്കും. ഇപ്പോൾ ധനുക്കൂറും ധനുലഗ്നവും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. മറിച്ച് ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഫലം കേൾക്കുന്നതോടൊപ്പം അവരുടെ ലഗ്നരാശി എന്താണെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കുക. അങ്ങനെ ഒരു കമ്പൈൻഡായിട്ട് ആ കൂറിൻ്റെയും ലഗ്നത്തിൻ്റെയും കമ്പൈൻഡായിട്ടുള്ള ഫലം കേൾക്കുമ്പോൾ പൊതുവെ ആ ജൂലൈ മാസത്തെ ആ പുതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് സഹായകമാകും. മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നത്തിൻ്റെ ഫലത്തിനാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കുറുകാർ അവരുടെ ലഗ്നം അറിയാമെങ്കിൽ ലഗ്നത്തിൻ്റെ ഫലവും കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.